നിൽക്കുന്ന സമയത്തെ ചൂടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഫസ്റ്റ് സിഗ്നൽ ഇടുക. നിങ്ങൾ വലത്തോട്ട് നോർമലി ഇങ്ങനെ കയറുവാണെങ്കിൽ പോലും സിഗ്നൽ ഇടുക. ഏറ്റവും ബിഗസ്റ്റ് റീസൺ മൊബൈൽ ഇൻവോൾവ് ആവുന്നതാണ്. പുതിയ ലൈസൻസ് എടുത്ത പിള്ളേർ 100-120 പോകുന്നത്. നോട്ടിഫിക്കേഷൻ ചെയ്ത് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഓവറൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചവിട്ടിയ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, നല്ല പോലെ ഇടി കിട്ടും. ഒരു ആക്സിഡൻറ്റ് പോലും ഇല്ലാതെ ഞാൻ സേഫായിട്ട് വീട്ടിലെത്തിയത്. അതുപോലെ ഈ 2 മിററും വെച്ചേക്കുന്നത് ചുമ്മാ കാണാൻ വേണ്ടിയിട്ടല്ല. സോ അങ്ങനെ നമ്മുടെ കൊടുത്ത വണ്ടിയുടെ NOC കിട്ടി. ഒരുപാട് വർഷം, ഏകദേശം 10 വർഷം കണ്ടാണ് ഞാൻ വണ്ടി കൊടുത്തിട്ട് തന്നെ. ഇതുവരെ ഇത് 3ാമത്തെ പ്രാവശ്യം NOC എടുത്ത് കൊടുക്കുന്ന ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോവാം. സോ ഈ ഒരു സ്ഥലം വളരെ ഒരു സ്പെഷ്യലാട്ടോ. എൻ്റെ ഗേൾ ഫ്രണ്ടിനെ ഫസ്റ്റ് ടൈം ഞാൻ മീറ്റ് ചെയ്യുന്ന സ്ഥലം ഇവിടെ വെച്ചാണ്. ആൻഡ് ഈ ഒരു സ്ഥലം എനിക്ക് വളരെ സ്പെഷ്യലാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഡിസംബർ 28-ാം തീയതി ഞാൻ, അതായത് 2022 ഡിസംബർ 28-ാം തീയതിയാണ് ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ NOC എല്ലാം കയ്യിൽ കിട്ടി. ഇനിയിപ്പോൾ നിലവിൽ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അത്യാവശ്യം നല്ല ഇതിലാ നേരെ പോയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ചൂടുണ്ട്, ബട്ട് വേണ്ട, എന്തായാലും നമുക്ക് നിലവിൽ നേരെ വന്ന വഴി തന്നെ പോവാം. സോ ദാറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഗുഡ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കിപ്പോൾ മെഡിക്കൽ കോളേജിൽ പോയിട്ട് വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ പിന്നെ നേരെ വന്ന വഴി തന്നെ പോകുന്നതാണ്. ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ. ഭയങ്കര ചൂട് ഗൈസ്. കാരണം ഈ ഒരു ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാണല്ലോ എവിടെയെങ്കിലും ഇതുപോലെ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്തെ ചൂടും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും എനിക്ക് ഈ ജാക്കറ്റിൽ ഫീൽ ചെയ്യാറില്ല ചൂടൊന്നും. പിന്നെ ഇത്രയും ചൂടത്ത് നോർമൽ ഡ്രസ്സ് ഇട്ട് ഓടിക്കുന്നേക്കാളും നല്ലത് ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഇട്ട് തന്നെ ഓടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ റൈഡിങ് ബൂട്ട് ഞാനൊന്നും ഇട്ടില്ല. ബിക്കോസ് റൈഡിങ് ബൂട്ട് കഴിഞ്ഞ ദിവസം ട്രിപ്പ് പോയിട്ട് വന്നിട്ട് ചെറുതായിട്ട് രാത്രി മഴ പെയ്തായിരുന്നു. അപ്പോൾ അതിൽ നിലവിൽ നനഞ്ഞു. അത് ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ ഇന്നലെ ചെറുതായിട്ട് വീട്ടിൽ മഴ പെയ്തിട്ട് നിലവിൽ കുറച്ച് സീനായി. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ അത് വെയിലത്ത് വെച്ചേക്കുവാണ് ഇപ്പം. അതുപോലെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു കാര്യം പറയണമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയണം എന്നുള്ള ഓർത്തൊരു കാര്യമാണ്. പലപ്പോഴും ആൾക്കാർ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, സിഗ്നൽ ഓഫ് ചെയ്യാറില്ല. സോ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് അതാണ്, സിഗ്നൽ ഓഫ് ചെയ്യാറില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലത്തോട്ട് പോകാനായിട്ട് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്ന് റൈറ്റോ വല്ലതും എടുക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ട് അപ്പോൾ തന്നെ സിഗ്നലിട്ട് വലത്തോട്ട് വെട്ടിക്കാതിരിക്കുക. പുറകെ വരുന്നവൻ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല, വന്ന് ഇടിക്കും. അത് പലപ്പോഴും നിങ്ങൾക്ക് വലത്തോട്ട് തിരിയാനാണെങ്കിൽ വലത്തോട്ട് സിഗ്നൽ തന്നിട്ട് വലത്തോട്ട് കയറി നിൽക്കുക, എന്നിട്ട് പതുക്കെ വലത്തോട്ട് തിരിക്കുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ തന്നെ ഈ ബൈക്ക് പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് നിങ്ങൾ റൈറ്റിലോട്ട് സിഗ്നൽ ഇട്ടിട്ട് ഒറ്റയടിക്ക് വളയ്ക്കാതിരിക്കുക. പലപ്പോഴും ആക്സിഡൻറ്റ്സ് അങ്ങനെ ഉണ്ടാവാറുണ്ട്, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ മാൻഡറ്ററി ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിന്നതിന് ശേഷം നിങ്ങൾ വലത്തോട്ട് എടുക്കുവാണ് വണ്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാൻഡറ്ററി ആയിട്ട് സിഗ്നൽ ഇട്ടുക. ആദ്യം ഫസ്റ്റ് സിഗ്നൽ ഇടുക. നിങ്ങൾ വലത്തോട്ട് നോർമലി ഇങ്ങനെ കയറുവാണെങ്കിൽ പോലും സിഗ്നൽ ഇടുക, എന്നിട്ട് മാത്രമേ വണ്ടി എടുക്കാവുള്ളൂ. ബിക്കോസ് ആ ഒരു ഇതിലുകൊണ്ട് ഒരുപാട് അറ്റൻഷൻ കിട്ടും അങ്ങനെ സിഗ്നൽ ഇടുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോൾ നോർമലി അവിടെ പോയി ഇരിക്കണം, നിങ്ങൾ വലത്തോട്ടാണോ യൂട്ടേൺ ആണോ അതോ കയറുവാണോ എടുക്കുവാണോ എന്ന് ചിലപ്പോൾ പുറകെ വരുന്ന ആൾക്ക് അറിയത്തില്ല. ഇപ്പോൾ ഇത് കണ്ടോ, ഈ പുള്ളിക്ക് വലത്തോട്ടാണ് പോകേണ്ടത്. ഇതുപോലെ കയറി നിൽക്കാൻ ശ്രമിക്കുക, അല്ലാതെ ഇടത് സൈഡിൽ നിന്ന് ഒറ്റയടിക്ക് സിഗ്നൽ ഇട്ടുകൊണ്ട് കയറാതിരിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. യൂട്ടേൺ എടുക്കാൻ വേണ്ടി മാത്രമാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഒതുക്കി നിർത്തിയിട്ട് വലത്തോട്ട് സിഗ്നൽ ഇട്ടിട്ട് എന്നിട്ട് യൂട്ടേൺ എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ട് നിർത്തുമ്പോൾ എന്തായാലും സിഗ്നൽ ഇടുമല്ലോ, അപ്പോൾ തിരിച്ചെടുക്കാൻ നേരത്തും അതുപോലെ തന്നെ സിഗ്നൽ ഇടുക. അത് ഒരുപാട് ആക്സിഡൻറ്റ്സ് കുറയ്ക്കും. ഇപ്പോൾ കേരളത്തിൽ വളരെയധികം ആക്സിഡൻറ്റ്സ് കൂടി, വളരെയധികം. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണെങ്കിൽ ഒരുപാട് ആക്സിഡൻറ്റ്സ് ആയി. എന്നും ഒരു വണ്ടിയെങ്കിലും മിനിമം ഇടിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ശ്രദ്ധക്കുറവാണ്, 2 ഓവർ സ്പീഡിങ്, 3 മൊബൈൽ. അതിലേറ്റവും ആദ്യത്തെ റീസൺ മൊബൈലാണ് ഞാൻ പറയേണ്ടത്, അധികം 3ാമതാക്കി പറഞ്ഞതേ ഉള്ളൂ. ഏറ്റവും ബിഗസ്റ്റ് റീസൺ മൊബൈൽ ഇൻവോൾവ് ആവുന്നതാണ്. ഇപ്പം ഞാനൊക്കെ ഈ വഴിയൊക്കെ ഓടിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഈ വഴിയുടെയൊക്കെ പകുതിയേ ഉള്ളൂ. എന്നിട്ട്
അന്നത്തെ ടൈമിൽ ഇതുപോലെ ആക്സിഡൻറ്റ്. അന്ന് പിന്നെ നിങ്ങൾ പറയും ഇതുപോലെ വണ്ടികളില്ലായിരുന്നു കാര്യങ്ങൾ. ബട്ട് ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ആ ടൈമിൽ മൊബൈൽ കുറവായിരുന്നു. മൊബൈലൊക്കെ അന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന വളരെ ചുരുക്കം ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് മൊബൈൽ യൂസ് ചെയ്യാറില്ല. ഫോൺ വരുവാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ് കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിലവിൽ ബ്ലൂടൂത്തോ കാര്യങ്ങളോ വെച്ചല്ല വണ്ടി ഓടിക്കുന്നത്. പിന്നെ ചില ബൈക്കുകാർ കാണിക്കുന്ന ഏറ്റവും വലിയ അബദ്ധമുണ്ട്, ഫുൾ വോളിയത്തെ പാട്ടും വെച്ച് ഹെഡ്സെറ്റും കുത്തി കയറ്റിക്കൊണ്ടുകൊണ്ട് പോവും. പുറകെ വരുന്നവനൊരു ഹോൺ അടിച്ചാൽ അറിയില്ല, ഒരു ഹോൺ അടിച്ചാൽ പോലും അറിയത്തില്ല. ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പാട്ട് കേൾക്കണോ ഒരു ഇൻ്റർകോം മേടിക്കുക, വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഫോണും അറ്റൻഡ് ചെയ്യാം, കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാം, എല്ലാം ചെയ്യാം. സോ ദാറ്റ് ഈസ് റിയലി ബെറ്റർ. എപ്പോഴും ഒരു ബെസ്റ്റ് നിങ്ങൾ ചെയ്യുക, ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നടന്നോളൂ. അതുപോലെ തന്നെ ശ്രദ്ധ, അത് വളരെ അത്യാവശ്യമല്ല, അത് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഭവമാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത്. ശ്രദ്ധ ഒന്ന് തെറ്റി കഴിഞ്ഞാൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട, ഒരു മൈന്യൂട്ട് സെക്കൻഡ് മതി. പക്ഷേ ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ അതുപോലെ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെ മിസ്റ്റേക്ക് ആവണമെന്നില്ല, ഇങ്ങോട്ട് വന്ന് കയറുന്നതായിരിക്കാം, എടുക്കുന്നതായിരിക്കാം. പക്ഷേ നമ്മളെങ്ങനെയാണ് എത്രമാത്രം ശ്രദ്ധിക്കുന്നു അതിനനുസരിച്ച് അത്രയും കുറഞ്ഞു കിട്ടും. പിന്നെ ചിലവൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ പുറകെ വന്ന ഒരാൾ വണ്ടി ഇടിക്കുന്നു, അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ചിലപ്പോൾ കാര്യങ്ങളായിരിക്കില്ല. ഓവർ സ്പീഡിൽ വന്ന് പുറകെ വന്ന് വണ്ടി ഇടിക്കും, അതും ഇടിക്കുന്ന ഈ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്. അതുപോലെ തന്നെ 80 കിലോമീറ്റർ സ്പീഡ് പോലും പോകാൻ കപ്പാസിറ്റി ഇല്ലാത്ത വഴിക്കടെ ഇന്നത്തെ കാലത്ത് പുതിയ ലൈസൻസ് എടുത്ത പിള്ളേർ 100-120 പോകുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പോയി തെന്നി അടിച്ച് സ്വന്തമായിട്ട് വീണ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ആരും ഒരു പരാതിയും പറയുന്നില്ല. ഈ ഒരു വണ്ടി KTM-നെ ആൾക്കാർ എന്താ പറയുക, ഇടിവണ്ടി എന്നാണ് വിളിക്കുന്നത്, ഷോർട്ട് കട്ട്. ഇതിനെയല്ല RC-നെ. അതെന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ഈ 10-18 വയസ്സുള്ള പിള്ളേർ, അതും ചിലർക്ക് ലൈസൻസ് ഇല്ലാതെയാണ് ഇതെടുക്കുന്നത്. ലൈസൻസ് ഉള്ളവരുമാണെങ്കിൽ ഒരു 18 വയസ്സ് 19 വയസ്സുള്ള പിള്ളേരാണ് വണ്ടി എടുക്കുന്നത്. അവർ എങ്ങനെയെങ്കിലും വൈറലാവാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംഭവം കാണിക്കും, അതിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റും ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഒരു വണ്ടീനെ മൊത്തമായിട്ട് അടപടല ഇടിവണ്ടിയാക്കി. ഇപ്പോൾ ഒരാൾ പുതിയ വണ്ടി എടുക്കാൻ ചെല്ലുവാണെങ്കിൽ ഇത് ഇടിവണ്ടിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ നല്ലൊരു റൈഡിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോഴും നെഗറ്റീവാണല്ലോ കൂടുതൽ കിടക്കുന്നത്, പോസിറ്റീവായിട്ടൊരു കാര്യമില്ലല്ലോ. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ ഞാൻ പറയല, ഒരിക്കലും ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്. അതുപോലെ തന്നെ മാൻഡറ്ററി ആയിട്ട് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഗ്ലൗസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഇടാൻ ശ്രമിക്കുക. ഒന്ന് തെന്നി വീണാൽ നമ്മൾ ആദ്യം കുത്തുന്നത് കൈയാണ്. അപ്പോൾ മാക്സിമം ആക്സിഡൻസിൽ പരിക്കുകളും കാര്യങ്ങളും കുറവായിരിക്കും. അതുപോലെ തന്നെ വഴിയുടെ സിറ്റുവേഷൻ അനുസരിച്ച് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. വഴി ഇപ്പോൾ 40 പോകാനുള്ള വഴിയിൽ 100-120 പോകുന്നതല്ല റൈഡർ. അതിനെ നമ്മൾ ഇപ്പോൾ നാട്ടിൽ വിളിക്കുന്ന പുതിയൊരു പേരാണ് കണ്ണാപ്പി ദ പട്ടി ഷോ റൈഡർ എന്ന് പറയും. നിങ്ങൾ പ്രോപ്പറായിട്ട് റൈഡിങ് ആണെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് തന്നെ വണ്ടി ഓടിക്കുക. ഒരുപാട് അലമ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് വണ്ടി ഓടിക്കുക. നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് ചെന്നിട്ട് ഒരാളെ ഇടിച്ച് കയറ്റാൻ വേണ്ടി ഓടിക്കാതിരിക്കുക, മര്യാദയ്ക്ക് തന്നെ ഓടിക്കുക. എപ്പോഴും ഓവർ കോൺഫിഡൻസ് ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെങ്ങനെയാണ് കംഫർട്ടബിൾ, കോൺഫിഡൻസ്, ആ ഒരു രീതിയിൽ തന്നെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചെറിയൊരു ഗ്യാപ്പിൽ കയറാം, എടുക്കാം. പക്ഷേ ഞാനതിൻ്റെ പുറകിൽ തന്നെ നിൽക്കുന്നത് പെട്രോളോ കാര്യങ്ങളോ അല്ല, അതിൽ നിന്ന് കണ്ടോ വളവാണ് മൊത്തം. ഇത്രയും വലിയ വണ്ടി അവിടെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് വണ്ടി വരുന്നത് നമുക്ക് കയറി ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് കയറാം, കണ്ടോ സ്പേസ് ഉണ്ട്, കയറാൻ പറ്റും. കാരണം കുറച്ച് പേഷ്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണിച്ചേ പറ്റുള്ളൂ. വണ്ടി ഓടിലാണ് ഇത് കണ്ടില്ലേ, അവിടെ നിൽക്കുന്നു, ഇൻഡിക്കേറ്റർ ഇടുന്നു, ഇങ്ങോട്ട് വലത്തോട്ട് കയറാൻ. ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഇപ്പോൾ ഇത് കറക്റ്റാണ്. ഇപ്പോൾ ഈ ഓട്ടോക്കാരൻ കാണിച്ചത് കറക്റ്റാണ്. അവൻ വല സൈഡിൽ തന്നെ നിൽക്കുമായിരുന്നു, ഇൻഡിക്കേറ്ററിൽ വലത്തോട്ട് കയറാൻ നിൽക്കുന്നു. അത് ഞാൻ സമ്മതിക്കുന്നു. ആംബുലൻസ് വരുന്നുണ്ട്, നമുക്ക് കുറച്ച് വഴി കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ആംബുലൻസിൻ്റെ പുറകിൽ തന്നെ പിടിക്കാതിരിക്കുക എപ്പോഴും. കാരണം പലരും ആംബുലൻസിന് വേണ്ടി വഴി കൊടുക്കും, പെട്ടെന്ന് ഇങ്ങനെ തിരിച്ച് കയറിയെന്നിരിക്കും. ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വന്ന് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആംബുലൻസിൻ്റെ പുറകിൽ എപ്പോഴും മുട്ടി പിടിക്കാതിരിക്കുക. അതും ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ഒരു കാരണം കൂടിയാണ്. പലർക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും ഈ ആംബുലൻസിൻ്റെ പുറകെ അങ്ങ് നിൽക്കും, തൊട്ടില്ലെന്ന് പറഞ്ഞ് നിൽക്കും. ആംബുലൻസ് ചിലപ്പോൾ വരുന്ന പറഞ്ഞാൽ ഒരാൾ സൈഡ് കൊടുക്കണം, ചിലപ്പോൾ ആംബുലൻസ് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ അവനെ വലത്തോട്ടും കയറ്റും. അപ്പോൾ പുറകെ വന്ന് നേരെ അങ്ങ് ഇടിച്ച് കയറും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വന്ന് ഇടിക്കും. ഇത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ വരുന്ന വഴിക്കൊരു സിറ്റി കണ്ടാണ്, ഹോണ്ട സിറ്റി. ഇറ്റ്സ് 2011-12 മോഡൽ. ദ കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
ഒരുപാട് ഓവറൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ അലൈവിലൊക്കെ മാറിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ടിൽ വലിയ വ്യത്യാസം വരില്ല. പക്ഷേ ആ ഒരു ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ട്. ഇനിയിപ്പോൾ നിലവിൽ ഞാനൊരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒന്ന് PPF ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്കൊരു പ്ലാനുണ്ട് നിലവിൽ. നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. ജീപ്പിൻ്റെ ഷോറൂം അടച്ചോ? ജീപ്പിൻ്റെ ഒരു വണ്ടിയും കാണുന്നില്ല. എനിത്തിങ് ഷോറൂം അടച്ചു എന്ന് എനിക്ക് തോന്നുന്നു, ഇവിടെ കച്ചവടം കുറവായതുകൊണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, ബൈക്കുകാരും കാറുകാരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ഇതുപോലെ വലിയ വണ്ടികൾ അവരുടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നോക്കരുത്. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഇതുപോലെ വലിയ വണ്ടികൾ ആണ് വരുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നിൽക്കരുത്. ബിക്കോസ് ഈ വലിയ വണ്ടീനെ ഓവർടേക്ക് ചെയ്യാനുള്ള ആൾക്കാർ ഇതിലേക്കൂടെ കയറുന്നുണ്ടാവും, ഈ റൈറ്റ് സൈഡിലേക്കൂടെ കയറുന്നുണ്ടാവും. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ ചവിട്ടിയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല, നല്ല പോലെ ഇടി കിട്ടും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇങ്ങോട്ട് ചാടാം. അല്ലാതെ പൊട്ടം മാവേ അറിയുന്ന പോലെ ഇതുപോലത്തെ വലിയ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ നിൽക്കരുത്. ആ വലിയ വണ്ടി പോയതിന് ശേഷം വണ്ടി ഓപ്പോസിറ്റ് ഒന്നും വരുന്നില്ല, കയറി വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ ഓവർടേക്ക് ചെയ്യാവുള്ളൂ. 1 മിനിറ്റ് 2 മിനിറ്റ് അവിടെ നിന്നെന്ന് വെച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. ഞാൻ പറഞ്ഞല്ലോ, വണ്ടി ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനത്തിൽ ഒന്നാണ് പേഷ്യൻസ് മാത്രം പോരാ, നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നല്ല പോലെ പേഷ്യൻസാണ്, ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വേണം. അതുപോലെ തന്നെ നല്ലപോലെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് വണ്ടി ആക്സിഡൻറ്റ്. ഞാനിപ്പോൾ കേരളത്തിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്ന പോസിബിലിറ്റീസാണ് ഞാനീ പറഞ്ഞു തരുന്നത്. അപ്പം അത് പറഞ്ഞു തന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല, ചിലപ്പോൾ നമുക്കും ബൈ മിസ്റ്റേക്ക് പറ്റുന്ന കാര്യങ്ങളായിരിക്കാം ഇത്, പക്ഷേ ഇത് ഞാൻ ശ്രദ്ധിച്ചതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാണ്. അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് മാക്സിമം ഫോൺ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത വഴിയിലൂടെ രാത്രി വണ്ടി ഓടിക്കാതിരിക്കുക. അതുപോലെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ട, റെസ്റ്റ് എടുക്കുക, എന്നിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഉറക്കം വെച്ച് ഒരിക്കലും വണ്ടി ഓടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുക പോലുമില്ല ഉറങ്ങിപ്പോകുന്നത്. വണ്ടി ഇടിച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയുള്ളൂ. നിങ്ങൾ ആ ഒരു ഡീപ്പ് സ്ലീപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ എപ്പോൾ ഉറങ്ങിപ്പോയെന്ന്. വണ്ടി ഇടിച്ച് മറിഞ്ഞ് കഴിയുമ്പോഴേ നിങ്ങൾ അറിയുള്ളൂ ഞാൻ ഉറങ്ങിപ്പോയല്ലോ എന്ന്. അതുകൊണ്ട് ഉറക്കം വരുന്നു എന്നുള്ളൊരു പോയിന്റ് തോന്നുവാണെങ്കിൽ വണ്ടി സൈഡാക്കുക, ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. വണ്ടിയെ കിടന്ന് 2 മണിക്കൂർ കിടന്ന് ഉറങ്ങിക്കോ, എന്നാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഗോവയിൽ നിന്ന് വന്ന സമയത്ത് വളരെയധികം ട്രാഫിക്കും കാര്യങ്ങളും ആയതിൻ്റെ പേരിൽ ഞാൻ വെളുപ്പിന് 4 മണിക്കാണ് വീട്ടിലെത്തുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ തലേന്ന് വെളുപ്പിന് 5 മണിക്കാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. 4 മണിക്ക് എഴുന്നേറ്റു, റെഡിയായി ഫ്രഷായി അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ച് 5 മണിയായപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് വിടുന്നത്. അപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 23 hours ഓഫ് റൈഡിങ്. അതിനിടയ്ക്ക് ഇരുന്ന് 5-6 മണിക്കൂർ കാസർഗോഡ് റെസ്റ്റ് എടുത്തത് വിട്ട് കഴിഞ്ഞാൽ, അപ്പം എനിക്ക് രാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു മണിക്കൂറിലാണ് ഞാൻ ബ്രേക്ക് എടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറിൽ ബ്രേക്ക് എടുത്തു, മുഖം കഴുകി വൃത്തിയാക്കി, അതുപോലെ തന്നെ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്തു, എന്നിട്ടാണ് വന്നത്. അതുപോലെ എനിക്ക് ഉറക്കം തോന്നിയ സമയത്തൊക്കെ ഞാൻ വണ്ടി സൈഡാക്കി. അതുകൊണ്ടാണ് ഒരു ആക്സിഡൻറ്റ് പോലും ഇല്ലാതെ ഞാൻ സേഫായിട്ട് വീട്ടിലെത്തിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനത് മൈൻഡ് ചെയ്യാതെ ഞാൻ നേരത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പോലെ കാണിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടാവും. നമ്മൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകും വളരെ എളുപ്പമല്ലേ, 1 സെക്കൻഡ് പോലും വേണ്ടല്ലോ. പക്ഷേ ഒരു ആക്സിഡൻറ്റ് ഇല്ലാതെ വീട്ടിലെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും സേഫായിട്ട് വീട്ടിലെത്തണം. നിങ്ങൾക്ക് ഒരു രീതിയിലൊരു സ്ക്രാച്ചോ പോറലോ വരരുതെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇത്രയും പറഞ്ഞു തന്നത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതുപോലെ മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഒരു ചേച്ചി കാണിച്ച പരിപാടി വന്നിട്ടോ, ക്യാമറ ഓഫായിരുന്നു. ഈ പുള്ളി കാണിക്കുന്നതാണ് കറക്റ്റ്. ഇപ്പോൾ ഈ പുള്ളി കാണിച്ചാണ് കൃത്യം. കാരണം അവിടെ നിന്നു, വെയിറ്റ് ചെയ്തു വണ്ടി പോകാൻ വേണ്ടി, എന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞു. ദാറ്റ് റിയലി യു ഗൈസ് വാണ്ട് ടു ഡു. ഇപ്പോൾ ഒരു പുള്ളിക്കാർ കാണിച്ചൊരു പരിപാടി എന്നാ അറിയിച്ചാൽ, ഒരു സിഗ്നലും ഇട്ടില്ല, ഒന്നും ഇട്ടില്ല, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നു, അതും വളവിൽ ഒന്നും നോക്കുന്നില്ല, ചുമ്മാ കയറുന്നു. അതുപോലെ ഈ 2 മിററും വെച്ചേക്കുന്നത് ചുമ്മാ കാണാൻ വേണ്ടിയിട്ടല്ല. ഇതിൻ്റെ യൂസ് എന്നാ വെച്ചാൽ, നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പോകും. സോ ഫസ്റ്റ് ഞാൻ റൈറ്റിലോട്ട് നോക്കുമ്പോൾ ഏതെങ്കിലും വണ്ടി കയറി വരുന്നുണ്ടോ, കയറി വരുന്നില്ല, ഉറപ്പ് വരുത്തി ഞാൻ ഗിയർ ഡൗൺ ചെയ്തു, കയറി. ഓക്കെ, അത് each and every time
ഈച്ച് ആൻഡ് എവറി ടൈം. ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുക, ഫസ്റ്റ് ഞാൻ നോക്കിയാലും വണ്ടി കയറി വരുന്നുണ്ട്, ഇല്ല, ഗിയർ ഡൗൺ ചെയ്തു, കയറിപ്പോയി. പക്ഷേ ചില സമയത്ത് നമ്മൾ ഇതുപോലെ കയറി പോകുന്ന സമയത്ത് ചില നാറികളുണ്ടാവും. ഞാൻ പറയാൻ വേറൊന്നുമല്ല, ഉണ്ടാവും. നമ്മുടെ കൂടെ ഇടയ്ക്കേക്കടെ നമ്മളെ കൂടെ വീഴ്ചിടാൻ വേണ്ടി ഓവർ സ്പീഡിൽ വന്ന് കയറുന്നവന്മാർ, അവരെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അതുപോലെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ വണ്ടി ഞാൻ ഓവർടേക്ക് ചെയ്യുവാണ്, അവൻ ഇങ്ങോട്ട് വലത്തോട്ട് ചിലപ്പോൾ വെട്ടിക്കാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്, അതും ശ്രദ്ധിക്കുക. ഞാൻ അതുകൊണ്ടാണ് ഇച്ചിരി വെയിറ്റുള്ള ഈ സാധനം ഇട്ടത്. കാരണം ഇതെന്ന് പറഞ്ഞാൽ നേരെ അങ്ങ് നിന്നാൽ മതി, വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിന്നോണം, ഒരു കുഴപ്പമില്ല. അവൻ്റെ പാർട്സ് ഡാമേജ് വരുള്ളൂ. അവൻ നോക്കാതെ വലത്തോട്ട് കയറിയാൽ എൻ്റെ കുറ്റമല്ലോ. അവൻ ആദ്യം, അതായത് അതുപോലെ ലെഫ്റ്റ് സൈഡിലെ മിററില്ലാതെ വണ്ടി ഓടിക്കുന്നവന്മാരെ എനിക്ക് കണ്ണെടുത്താൽ കാണരുത്. കാരണം എനിക്ക് അതുപോലെ കലിയാണ്. അതുപോലെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നവന്മാരെ എനിക്ക് കണ്ണെടുത്താൽ കാണരുത്. എന്തിനാണ് നിങ്ങൾ ചുമ്മാ പട്ടിഷോ കാണിക്കുന്നത്? നിങ്ങൾ ഒരാൾ പട്ടിഷോ കാണിക്കുന്നതിൻ്റെ പേരിൽ ബാക്കി എല്ലാവർക്കുമാണ് ആ ഒരു പ്രശ്നം വരുന്നത്. മനസ്സിലായോ? നിങ്ങൾ നമ്പർ പ്ലേറ്റ് എന്തിനു ഊരി വെച്ച് വണ്ടി ഓടിക്കുന്നു? നിങ്ങൾക്ക് എന്തിനാണ് ഈ ഷോ കാണിക്കുന്നത്? ഷോ കാണിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ വണ്ടി ഇത് ചെയ്യുന്നത്? അതോ നിങ്ങൾ വൈറലാവാൻ വേണ്ടിയാണോ? എങ്ങനെയും വൈറലാവണം എന്ന ലക്ഷ്യത്തോടെയാണോ നിങ്ങൾ വണ്ടി ഓടിക്കുന്നത്? അല്ല, ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ നമ്പർ പ്ലേറ്റ് ഊരി വെക്കുന്നത്, അതുപോലെ മിററൊക്കെ ഊരി വെക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാധനങ്ങളെല്ലാം വണ്ടിയെ വെച്ചേക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ആവശ്യമുണ്ട്. ആ ആവശ്യമില്ലാത്ത സാധനമാണെങ്കിൽ ശരിയാണ്, എനിക്ക് മനസ്സിലാവാൻ പറ്റും. ഇത് ആവശ്യമുള്ളതുകൊണ്ടല്ല വെച്ചേക്കുന്നത്. അതുപോലെ ബ്രേക്ക് ലൈറ്റ് ഓഫ് ചെയ്ത് വെക്കുക, നമ്പർ പ്ലേറ്റ് ഊരി വെച്ചിട്ട് പ്ലെയിൻ ആക്കി വെക്കുക. എന്തിന്? നിങ്ങളെന്താ വിചാരിക്കുന്നത് റേസ് ട്രാക്കിലെ പോലെ? അത് റേസ് ട്രാക്ക്, ഇത് നമ്മുടെ പബ്ലിക് റോഡ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു വണ്ടിയിൽ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്പർ പ്ലേറ്റ് ഊരി വെച്ച് കുറേ വീഡിയോസ് ഇട്ടെന്ന് കരുതിയിട്ട് റീച്ച് ആവണമെന്നോ വൈറലാവണമെന്നോ, അല്ലെങ്കിൽ ഞാൻ വണ്ടി കൊണ്ട് ഇടിച്ചിട്ടിട്ട് പലരും കാണിക്കുന്ന മിസ്റ്റേക്ക് അതാണ്. നിങ്ങളുടെ ജീവിതം നോക്കുന്നില്ല. വണ്ടിയെ സ്നേഹിക്കുന്ന ആരും അങ്ങനെ ചെയ്യില്ല. വണ്ടിയെ എന്നും പൊന്നു പോലെ നോക്കാൻ ശ്രമിക്കുള്ളൂ. അല്ലെങ്കിൽ വണ്ടിക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരു സാധനം ഫിറ്റ് ചെയ്യാൻ നോക്കുകയില്ല, എടുക്കുകയില്ല. ടു ബി ഓണസ്റ്റ്, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പയ്യനുണ്ട്, അവൻ പുതിയ RC 200 എടുത്തിട്ട് ഫസ്റ്റ് 9 മാസം അവൻ വണ്ടി ഡെലിവറി എടുത്ത് അവൻ വീട്ടിൽ ചെന്നില്ല. പോലീസുകാർ പിടിച്ചു. അവൻ ഡെലിവറി എടുത്തപ്പോൾ തന്നെ അവൻ നമ്പർ പ്ലേറ്റ് ഊരി പോലീസുകാർ പിടിച്ചു എടുത്തു. 9 മാസം കഴിഞ്ഞാണ് അവൻ ആ വണ്ടി റിട്ടേൺ കിട്ടുന്നത്. ഒന്ന് ആലോചിക്കണം. എനിക്ക് വണ്ടി എപ്പോഴും സ്റ്റോക്കിലിരിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. സ്റ്റോക്ക് കണ്ടീഷനിലെന്ന് വെച്ചാൽ ഒരുപാട് ഓവർ മോഡിഫിക്കേഷനില്ലാതെ ലിമിറ്റഡ് ആയിട്ടുള്ള മോഡിഫിക്കേഷനിൽ സ്റ്റോക്ക് കണ്ടീഷനിലിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും. അതാണ് വണ്ടിയുടെ ലുക്കും. സോ ഇനിയിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോവും. സോ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയുക, ഇതുപോലെ ഡെയിലി വ്ളോഗ്സ് ഞാൻ ഇടണോ അതോ ട്രാവലിംഗ് വീഡിയോസ് മാത്രം ഇട്ടാൽ മതിയോ? അതുപോലെ തന്നെ വേറൊരു കാര്യം, MBD ഓൾറെഡി ഐ തിങ്ക് MBD ഏതായാലും കട്ടപ്പുറത്താവാറായി. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. സ്കിപ്പ് ചെയ്യാതെ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ മാറുന്നതായിരിക്കും. അതുപോലെ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അത് കാണുന്ന എല്ലാവരും ഒന്നുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന വളരെ ചുരുക്കം ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുവാണ്. പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ചെറിയൊരു ബൈ ഗൈസ്, സീ യു സൂൺ.